ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിശാച് നിരന്തരം നമ്മെ വേട്ടയാടുകയും ഇവിടെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് നിരന്തരം ശ്രദ്ധ തെറ്റിച്ചുകൊണ്ടിരിക്കുകയും പല കോലത്തിലും ഈ മജ്ലിസിലേക്ക് വരാതിരിക്കാൻ പല രൂപം പൂണ്ടുകൊണ്ടും പല കാരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും മനസ്സിനകത്ത് മടി നിക്ഷേപിച്ചുകൊണ്ടും അവൻ തടഞ്ഞുകൊണ്ടിരിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പ്രമാണബദ്ധമായി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ പള്ളിയിൽ 5 നേരം നിസ്കാരം നടക്കുന്നത് പിശാചിന് അത്ര അസഹ്യമൊന്നുമല്ല, സഹിക്കാൻ പറ്റാത്തതൊന്നുമല്ല. കാരണം അത് അവൻ്റെ ചന്തയാണ്. ഈ നിസ്കാരം നടക്കുമ്പോൾ പള്ളിക്കകം അവൻ്റെ ചന്തയായി മാറും. അവൻ്റെ പട്ടാളത്തെ അയച്ചുകൊണ്ട് അവൻ നേതൃത്വം നൽകിക്കൊണ്ട് വൈലെന്ന നരകക്കുണ്ടാരത്തിലേക്ക് ആരെയൊക്കെ ഈ നിസ്കാരത്തിലൂടെ തെളിച്ചു കൊണ്ടുപോകാൻ സാധിക്കും, ഈ നിസ്കാരം മാധ്യമമാക്കി ആരെയൊക്കെ വഴിതെറ്റിക്കാൻ പറ്റും എന്ന് നിരന്തരം അവൻ ശ്രമിക്കുകയും ഏറെക്കുറെ നല്ല ശതമാനം അവന് വിജയം കിട്ടുകയും ചെയ്യും. അള്ളാഹു അതിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. 5 നേരത്തെ ജമാഅത്ത് നടക്കുന്നത് അവൻ അത്ര അസഹ്യമൊന്നുമല്ല. പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതും ദിക്റിന് വേണ്ടി ഒത്തുചേരുന്നതും സാധാരണ മതപ്രഭാഷണങ്ങൾ നടക്കുന്നതും ഒന്നും പിശാചിനൊരു മൈൻഡില്ല, ഒരു ഭയമില്ല, അവനൊരു വിഷയമല്ല. പക്ഷേ മൂവാറ്റുപുഴ സെൻട്രൽ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഞായറാഴ്ചകളിൽ മഗ്രിബ് നമസ്കാരാനന്തരം ഇശാ വാങ്ക് വരെ തുടരുന്ന ഈ ക്ലാസ് പിശാചിനെ സംബന്ധിച്ചിടത്തോളം അസഹ്യമാണ്. വളരെ മനപ്രയാസവും സങ്കടവും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ക്ലാസ്. വെള്ളിയാഴ്ചത്തെ ക്ലാസ് കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട്? പിശാച് സങ്കടപ്പെട്ട് അത്യുച്ചത്തിൽ കരഞ്ഞുപോയ സന്ദർഭങ്ങൾ 4 അവസരങ്ങളിലാണ് പിശാച് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു പോയത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു ആ സന്ദർഭം എന്നറിയോ നിങ്ങൾക്ക്? 1, അവൻ മൽഊനായി പ്രഖ്യാപിക്കപ്പെട്ട വേളയിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പാകെ സുജൂദ് കൊണ്ട് അവൻ കൽപ്പിക്കപ്പെട്ട സമയത്ത് അവൻ അഹങ്കരിക്കുകയും ധിക്കാരിയായി ന്യായം പറയുകയും ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ലഅനത്താക്കി, അവനെ ശപിച്ചു, അവൻ മൽഊനായി. ദൈവിക ശാപം അവന്റെ മേലെ വർഷിച്ചപ്പോൾ, പടച്ചതമ്പുരാന്റെ ലഅനത്ത് അവന്റെ നേരെ പതിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുപോയി. 1. രണ്ടാമത്തെ ഒരു സന്ദർഭം, ശപിക്കപ്പെട്ട പിശാചേ ഫഇന്നക റജീം, ഫഇന്നക റജീം, നീ ഈ സ്വർഗലോകത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ടവനും ആട്ടിയോടിക്കപ്പെട്ടവനുമാണ്. ഗെറ്റ് ഔട്ട്, പോ പുറത്ത്. അള്ളാഹു അവനെ മലായിക്കത്തിന്റെ സഭയിൽ നിന്നും സദസ്സിൽ നിന്നും സ്വർഗീയ പൂങ്കാവനത്തിൽ നിന്നും അവനെ ഇറക്കി വിട്ടപ്പോഴും അവൻ പൊട്ടിക്കരഞ്ഞു. 2. മൂന്നാമതൊരു സന്ദർഭം, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് ഭൂജാതരാകുന്ന ആ തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രഭാതത്തിൽ പുലർവേളയിൽ 500 കൊല്ലത്തോളം അവന് നല്ല സൗകര്യമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാം പോയിട്ട് നൂറ്റാണ്ടുകൾ നല്ല സൗകര്യമായിരുന്നു. ആരും അവനെ തടയാനും അവനെ കൈകാര്യം ചെയ്യാനും ആളില്ലാത്ത സാഹചര്യത്തിൽ അവന് വിലസുന്നു. ആ സന്ദർഭത്തിലാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നടക്കുന്നത്. അപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുപോയി, ഉച്ചത്തിൽ അവൻ കരഞ്ഞുപോയി. 3. 4 ഏതാണെന്നറിയോ നിങ്ങൾക്ക്? അതേ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ,
വകൻസുൽ ഖുർആൻ വഅസാസുൽ ഖുർആൻ വഫാത്തിഹത്തുൽ കിതാബ് വസൂറത്തുശ് ശിഫാ വസൂറത്തുൽ ഹംദ്. ഖുർആനിന്റെ നിധി ഉൾക്കൊണ്ട, ഖുർആനിന്റെ മാതാവായ, ഖുർആനിന്റെ അടിത്തറയായ, മാനവ മക്കളുടെ മനോരോഗങ്ങൾക്ക് മരുന്നായ സൂറത്തുൽ ഫാത്തിഹ അവതരിച്ച സമയത്ത് പിശാച് അത്യുച്ചത്തിൽ പൊട്ടിക്കരഞ്ഞുപോയി. അവനെ സ്വർഗത്തുനിന്ന് പുറത്താക്കുമ്പോഴും അവൻ ശപിക്കപ്പെടുമ്പോഴും നബി തങ്ങൾ വരുമ്പോഴും ഒക്കെ അവന് സങ്കടമൊക്കെ. എന്തിപ്പോ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ അത്ര ഉച്ചത്തിൽ കരയാൻ കാരണം, സങ്കടപ്പെടാൻ കാരണം പിശാച്. പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അടിമത്വത്തിലേക്ക്, പിശാചിനെ അനുസരിക്കുന്നതിൽ നിന്ന് ഉടമസ്ഥനായ റബ്ബിനെ അനുസരിക്കുന്ന ഒരു തലത്തിലേക്ക് വെളിച്ചം നൽകുന്നു സൂറത്തുൽ ഫാത്തിഹ. പിശാചിനെ ആരാധിക്കരുതെന്ന് അല്ലാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ ശൈത്വാനെ ആരാധിക്കരുതേ. സൂറത്ത് യാസീനിലടക്കം അല്ലാഹു ഇത് ഉണർത്തിയിട്ടുള്ളതാണ്, നമ്മൾ ഓതാറുള്ളതാണ് അല്ലേ. അവന് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് സത്യവിശ്വാസികളെ തടയാൻ പ്രേരിപ്പിക്കുന്ന, അതിനുവേണ്ട ഉത്തേജനവും എനർജിയും തരുന്ന വിശുദ്ധ ഖുർആനിലെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അതിറങ്ങിയപ്പോ അവന് സഹിക്കാൻ പറ്റിയില്ല. ഏതായത്താ ഏറ്റവും അവന് അസഹ്യം? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തന്നെ. കാരണം അവനെ സ്തുതിക്കാനും അവനെ അംഗീകരിക്കാനും ആളെ കിട്ടൂലല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് യഥാവിധി ഓതുന്ന ഒരു വിശ്വാസിക്ക അവനെ അംഗീകരിക്കാൻ കിട്ടൂല. ആ വിശ്വാസി അവനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ ആയത്ത് ഫാത്തിഹയിലെ ഈ രണ്ടാമത്തെ വിശുദ്ധ വചനം ഉബൂദിയത്തിലേക്ക് നമ്മളെ നയിക്കുമെന്നാണ്. അല്ലാഹുവിൻ്റെ വിനയമുള്ള, അച്ചടക്കമുള്ള, അനുസരണയുള്ള ഒരു ദാസനാകുന്നതിലേക്ക് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് നമ്മെ പിടിച്ചു കൊണ്ടുപോകുമെന്നാണ് സമർത്ഥിച്ചത്, പറഞ്ഞത്. ഖുർആന് ഭൗതിക വായനയുണ്ട്, ആത്മീയ വായനയുണ്ട് കേട്ടോ. എന്ത്? ഖുർആനിന് ഭൗതിക വായനയുമുണ്ട്, ആത്മീയ വായനയുണ്ട്. ഭൗതിക വായന മാത്രം ഖുർആൻ വായിച്ചാൽ 90% ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ അവസ്ഥയിലാണ് ഉണ്ടാവുക. കാരണം ഖുർആൻ ഒരു ഭൗതിക ഗ്രന്ഥമല്ല, ആത്മീയ ഗ്രന്ഥമാണ്. ഭൗതികമായ പുറന്തൊലി മാത്രം വായിച്ചു പോയാൽ അർറഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു അവൻ്റെ സിംഹാസനത്തിൽ റെഡിയായിട്ടിരുന്നു. അപ്പം ഇങ്ങനെ കാണുകയാണ്, മിമ്പറിൽ ഇങ്ങനെ കുത്തുബോധന മൊല്ലാക്ക ഇരിക്കണമായി ഇരിക്കുകയാണ്. എൻ്റെ ബാഹ്യാർത്ഥം അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു നൂറ് സമാവാത്തി വല്ലർന്ന്, ആകാശഭൂമികളുടെ വെളിച്ചാണ് അള്ളാഹ്. സൂര്യനാ അള്ളാഹ്? നേരെ അർത്ഥം വെച്ചപ്പം അങ്ങനെ അർത്ഥം കിട്ടുക. ബാഹ്യവായന നമ്മെ നരകത്തിലേക്കാ നയിക്കുക. ആത്മീയമായ വായന, ആ വായന വായിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് ആത്മീയ വായനക്ക് വിധേയമാക്കണം. അങ്ങനെ വിധേയമാക്കിയാൽ ആ വ്യക്തിയെ ഉബൂദിയത്തിലേക്ക്, അല്ലാഹുവിൻ്റെ സമ്പൂർണമായ അടിമത്വത്തിലേക്ക് ആ ആയത്ത് നയിക്കും, ഉറപ്പാണ്. ഈ ആയത്ത് ആരാണ് ഓതിയവൻ? അല്ലാഹുവിൻ്റെ അടുക്കൽ ഈ ആയത്ത് ഓതുന്നവരാരൊക്കെയാണ്? എല്ലാവരും ഇത് ഓതിയതായിട്ട് അല്ലാഹു പരിഗണിക്കൂല. കാര്യപ്പെന്ന് മഗ്‌രിബ് നിസ്കരിച്ച 100 കണക്കിന് മുസ്ലിമീങ്ങൾ ഇവിടെ നിന്ന് ഞാനടക്കം ഓതിയിട്ടുണ്ടാകും. ഇതൊക്കെയും അല്ലാഹുവിങ്കൽ ഓതിയതായി പരിഗണിക്കപ്പെടൂല, ഉറപ്പാണ്. അല്ലാഹു പരിഗണിക്കപ്പെടുന്നവരിൽ, സ്വീകരിക്കപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അതിനുള്ള പഠനം ഇപ്പം നടത്തുന്നത്.
ആരുടേതാണ് അള്ളാഹു ഓതിയതായി അംഗീകരിക്കുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയതായി അള്ളാഹു പരിഗണിക്കുന്നതും പ്രതിഫലം തരുന്നതും അംഗീകരിക്കുന്നതും ആരുടെ ഓത്താണ്? റബ്ബുൽ ആലമീന്റെ തെർബിയത്ത്. അള്ളാഹു പ്രപഞ്ചത്തെ പടച്ചു പോറ്റിക്കൊണ്ടിരിക്കുകയാണ്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിൻ്റെ ഇടപെടലിലും അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിലും അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളിലും സമ്പൂർണ്ണ മനസ്സോടെ പൊരുത്തപ്പെട്ട് ആ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് നിന്നു കൊടുക്കുന്ന ആളുകളുടെ ഈ ഓത്ത് മാത്രമേ അള്ളാഹു അംഗീകരിക്കൂ, പരിഗണിക്കൂ. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ മൈൻഡ് നേച്ചർ ഉബൂദിയത്തിനെ അംഗീകരിക്കുന്ന പരുവത്തിലല്ല. മനുഷ്യൻ്റെ മൈൻഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം നേച്ചറാണ്, കാമം നേച്ചറാണ്, ആർത്തി നേച്ചറാണ്, അസൂയ നേച്ചറാണ്. വേണ്ടാറുടെ കാര്യമുണ്ടോ? തൻ്റെ സഹോദരനൊരു നിഴമത്ത് കൂടപ്പറപ്പിനായിക്കോട്ടെ, ഉമ്മാൻ്റെ വയറ്റിൽ, ഇവൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ രൂപപ്പെട്ട് പെറ്റ് വന്ന കൊച്ചനുജനെ ആയിക്കോട്ടെ, കുറച്ച് നിയമത്ത് വരുമ്പോൾ ഒരു ചൊറിച്ചില്ല. വേണ്ടത് മോശമല്ലേ ഈ ചിന്ത? പറഞ്ഞത് കൊണ്ടത് വരും, നേച്ചറാണ്. അതുപോലെ ഉബൂദിയത്ത്, വിനയത്തോടെ റബ്ബിൻ്റെ തീരുമാനങ്ങൾക്ക് നിന്നുകൊടുക്കുക എന്ന ഉബൂദിയത്ത് മനുഷ്യൻ്റെ നേച്ചർ റിജക്റ്റ് ചെയ്യും. മനുഷ്യൻ്റെ നേച്ചർ അത് തള്ളിക്കളയും. ഏതേത് സമയത്തും റുബൂബിയത്താണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ നേതൃത്വം, റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനം, റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ 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 എന്ന ധാരണ. لأن النفس بطبعها تنفر عن العبودية وتشتهي الربوبية. ഇസ്ലാം പറയുന്നു لأن النفس, മനുഷ്യ മനസ്സ്, മനുഷ്യന്റെ മനസ്സ്, ബിത്വബഇഹാ, അതിന്റെ നേച്ചർ പ്രകാരം തന്നെ, തൻഫുറു അനിൽ ഉബൂദിയത്തി, അടിമയായി നിന്നുകൊടുക്കുക എന്നതിനെ വെറുക്കുകയാണ്, എന്നതിനെ പ്രയാസത്തോടെ കാണുകയാണ്. താഴ്ന്ന് നിന്നുകൊടുക്കുക, വിനയത്തോടുകൂടെ നിന്നുകൊടുക്കുക എന്നതിനെ വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്ത പ്രകൃതമാണ് മനുഷ്യന്റെ നേച്ചർ. അതാണ് നേതൃത്വമാണ്, ഉന്നതങ്ങളാണ് മനുഷ്യ മനസ്സെപ്പോഴും പ്രതീക്ഷിക്കുന്നത്. മഹാന്മാരായ ഇമാമുകൾ, ജ്ഞാനികൾ പറയുന്നു, വലിദാലിക ഖാല ബഅദുൽ ആരിഫീൻ മാ മിൻ നഫ്സിൻ ഇല്ലാ വഹിയ മുൽമിറത്തുൻ മാ അൽമറ ഫിർഔനു മിൻ കലാമിഹി അന റബ്ബുകുമുൽ അഅ്ലാ. ഓരോ മനുഷ്യന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലുമുണ്ട്, ഓരോ വ്യക്തിയുടെ മനസ്സിന്റെ മൂലകളിലും ഒളിച്ചിരിപ്പുണ്ട്. എന്താ ഒളിച്ചിരിക്കുന്നത്? മാ അൽമറ ഫിർഔനു ലഅനത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ ശാപമേറ്റ ഫറോവ എന്ന് പറയുന്ന ധിക്കാരിയുടെ മദ്ഹബ്, ആ ധിക്കാരിയുടെ ചിന്താഗതി, ആ ധിക്കാരിയായ ഫിർഔന്റെ മെന്റാലിറ്റി ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളറകളിൽ ഒളിച്ചു കിടപ്പുണ്ട്. എന്താ ഫിർഔന്റെ മനോഗതി? മിൻ ഖൗലിഹി, അവന്റെ പ്രഖ്യാപനം, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളെ തമ്പുരാൻ, ഞാനാണ് ഏറ്റവും ഉയർന്ന അധികാരി, ഞാനാണ് നിങ്ങളുടെ എല്ലാം, ഞാൻ 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 എന്ന ഫിർഔന്റെ മനോഗതി ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഒളിച്ചു കിടപ്പുണ്ട്. അത് പ്രകടിപ്പിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് സാധുവായി ജീവിക്കാണ്. ഫിറഔൻ എന്ന കേമന് പ്രകടിപ്പിക്കാനും പറയാനും പ്രഖ്യാപിക്കാനും വേദി ഒത്തപ്പോൾ, സാഹചര്യം റെഡിയായപ്പോൾ മൂപ്പരതങ്ങ് പ്രഖ്യാപിച്ചു, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണടാ നിങ്ങളെ ഏറ്റവും ഉയർന്ന നേതാവ്, സംരക്ഷകൻ. എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ ഇത് ഒളിച്ചിരിക്കിടക്കുകയാണ്. ചാൻസ് കിട്ടേണ്ടതെന്ന് പറയാന് എവിടെ ചാൻസ്? കിടക്കാൻ കിടപ്പാടില്ല. ഇന്നോവ കാറിലാണ് യാത്ര, വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ് ഉണ്ട്, നല്ല പശയൊക്കെ അടിച്ച ജാതി ഡ്രസ്സൊക്കെ ഉണ്ട്.
കിടക്കാൻ കിടപ്പാടല്ല, പണയത്തിനാ കിടക്കണേ. ഇവന്റെ നടപ്പ് കണ്ടാലോ ഭയങ്കര സംഭവ. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവനെങ്ങനെ ഇത് പ്രഖ്യാപിക്കാൻ ഒരു വേദി വേണ്ടേ, അവസരം വേണ്ടേ? ഇപ്പൊ ഫിറഔനൊക്കെ ഉള്ള തലത്തിൽ അള്ളാഹ് എന്നെ നിങ്ങളെയൊക്കെയും കൊണ്ടിരുത്തിയാല് എന്ന് വെച്ചാൽ അക്കാലത്തെ ഈജിപ്തിന്റെ ഭരണ കസേരയിലാണ് ആ പഹയൻ അള്ളാഹ് കൊണ്ടുപോയി ഇരുത്തിയത്. അവിടെ എന്നെ നിങ്ങളെയും കൊണ്ടുപോയി ഇരുത്തിയ ഇപ്പൊ ഞാൻ തന്നെ അവിടെ കേമെന്ന് പറഞ്ഞു പോവില്ലേ? പറഞ്ഞു പോകുന്ന പരുവത്തിലാണ് നമ്മുടെ പ്രകൃതം, ഇൻസാന്റെ പ്രകൃതം അതാണെന്ന് ബഹുമാനപ്പെട്ട ദീനിന്റെ നായകന്മാര് പറയാണ്. എന്നാലോ പാസ് മാർക്ക് കിട്ടണമെങ്കിൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും പടച്ച റബ്ബിന്റെ പൊരുത്തം കിട്ടി രക്ഷപ്പെടണമെങ്കിൽ പാസ് മാർക്ക് വേണ്ടേ? പാസ് മാർക്ക് റാങ്ക് ഒന്നും വേണ്ട, ഡിസ്റ്റിങ്ഷൻ ഒന്നും വേണ്ട, ഉയർന്ന മാർക്കൊന്നും വേണ്ട. പാസ് മാർക്ക് കിട്ടണമെങ്കിൽ ഉണ്ടാകേണ്ട യോഗ്യതയാണ് ഉബൂദിയത്ത്. ഇബാദത്തല്ല, ഇബാദത്ത് ഇല്ലെങ്കിലും ചിലപ്പോൾ പാസ്സാവും. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച, ഇബാദത്ത് ഇല്ലെങ്കിലും ചിലപ്പോൾ പാസ്സാവും. മോഡറേഷൻ കൊടുത്തിട്ട് അള്ളാഹ് കയറ്റി വിടും. ഇവനിപ്പോ 5 നേരത്തെ നിസ്കാരത്തിൽ കുറെ കുറവുണ്ടല്ലോ, അത് കുഴപ്പമില്ല, ഒരു 10 മാർക്കിന്റെ വകവും പോയിക്കോട്ടെ, അള്ളാഹ് കയറ്റി വിടും. അങ്ങനത്തെ ആളുകളുണ്ട്. അത് അള്ളാഹിന്റെ പൊറുക്കുക എന്നുള്ള സിഫത്തിൽ നിന്നുണ്ടാകുന്ന രക്ഷയാണത്. പാസ് മാർക്കിന് വേണ്ടത് ഉബൂദിയത്താണ്. അള്ളാഹിന്റെ അടിമയാണെന്ന് ഞാൻ അംഗീകരിച്ച് അടിമയിൽ നിന്നു കൊടുക്കുക. നാവുകൊണ്ട് അംഗീകരിച്ചിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ ഉബൂദിയത്തിൽ അടിമത്വത്തിൽ നിന്നു കൊടുക്കുക. ഇത് പാസ്. ഇപ്പൊ നോക്കൂ, ഈ ഫിറഔൻ മെന്റാലിറ്റി, ഫിറഔനിസം, ഖാറൂനിസം, ഇതൊക്കെ ഖുർആന്റെ ഒരു പ്രയോഗങ്ങളാണ്. ഫിറൗന്റെയും ഖാറൂന്റെയും ഒക്കെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നല്ലോ. അതൊക്കെ ഒരു സിമ്പിളുകളും കൂടിയാണ്. ചരിത്ര പുരുഷന്മാർ എന്നതിനപ്പുറം ചില പ്രതീകങ്ങളാണത്. എന്തിന്റെ പ്രതീകങ്ങൾ? മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പ്രതീകങ്ങളാണ്, മൂർത്തഭാവങ്ങളാണ്. ഫിറഔനിസം, ഖാറൂനിസം ഇതുള്ളവർ തകരെന്നെ ചെയ്യും. ഉബൂദിയത്തുള്ളവരാണ് ഉയരുക, വളരുക, ഫിദ്ദുന്യാവൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും. അപ്പോ മനുഷ്യന്റെ പ്രകൃതം, ഫിർഔന്റെ പ്രകൃതം ഉള്ളിൽ കിടപ്പുണ്ട്. അത് തുറന്നു പറയാൻ പറ്റുന്നിടത്ത് പറയും. തന്നെക്കാൾ താഴെയുള്ള ആൾക്കാരുടെ കേമനാവും. പറ്റാത്തടത്ത് മിണ്ടാതെ ഒളിച്ചു വെക്കുക. ഇത് തകർക്കുകയാണ് ഫാത്തിഹ. ഫിറഔനിസം, ഫിറഔന്റെ മദ്ഹബ് സ്വീകരിച്ച ആൾക്കാരുണ്ടെങ്കിൽ, ഖാറൂൻ ലഅനത്തുള്ളയുടെ മദ്ഹബ് സ്വീകരിച്ച പാർട്ടിക്കാരുണ്ടെങ്കിൽ അടിച്ച് തകർക്കുകയാണ് സൂറത്തുൽ ഫാത്തിഹ. അല്ലേ? നോക്കൂ നിങ്ങൾ ഫാത്തിഹയിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഒന്നുമല്ല, ഞാൻ ആരുമല്ല, എന്റേതെന്ന് ഞാൻ ധരിച്ചതും എന്റേതല്ല. എന്നിൽ വരുന്ന പരിവർത്തനങ്ങളും ഉദ്ധാന പതനങ്ങളും പുരോഗതികളും അധോഗതികളും എന്റേതല്ല, അത് റബ്ബായ നിന്റേതാണ്. നിന്റെ തർബിയത്തിന്റെ, ഇടപെടലിന്റെ, നിന്റെ പരിപാലനത്തിന്റെ ഭാഗമാണല്ലാഹ്. എല്ലാം നിന്റേത്. ആ നിന്റേത് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ എനിക്ക് പൊരുത്തം, സന്തോഷം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫിറൗനീസ് അവിടെ തകരുകയാണ്. ഒന്ന് അവിടെ മാത്രല്ല, പിന്നെ ഓതിയാലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. നീ വിചാരണ നാളിന്റെ അധിപനല്ലയോ, ഉടമസ്ഥനല്ലയോ അല്ലാഹ്. അന്നൊരു രാജാവില്ല, അന്നൊരു അധികാരിയില്ല, അന്നാർക്കും തന്നെ നിന്റെ അനുവാദമില്ലാതെ റെക്കമെൻഡിന് വകുപ്പില്ല. അത് നിന്റെ മാത്രം കോടതിയാണ്, നിന്റെ മാത്രം ലോകമാണ്. പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഒരു പടപ്പും ഇടപെടാത്ത കോടതിയാണ്. മാലിക് യൗമിദ്ദീൻ, വിചാരണ നാളിന്റെ ഉടമയായവനെ. ഒരു വിചാരണ വരാനുണ്ടല്ലോ, ഈ ഉള്ളവൻ പാപിയാണല്ലോ. നിന്റെ സഹായം കൂടാതെ, നിന്റെ സംരക്ഷണം കൂടാതെ, നിന്റെ കാരുണ്യവും മാപ്പും കൂടാതെ ഈ പാപിക്ക് രക്ഷയില്ല അല്ലാഹ്. മാലിക് യൗമിദ്ദീന്റെ ഉള്ളിലുള്ള അർത്ഥാണത്. അല്ലെങ്കിൽ ഇപ്പോ അന്ത്യനാളിന്റെ ഉടമസ്ഥനെ എന്ന് പറഞ്ഞിട്ട് പോയാൽ പറ്റുമോ? അന്ത്യനാളിന്റെ ഉടമസ്ഥനെ എന്ന് പറയുമ്പോ എന്തുണ്ടയില്? ആരാരുമില്ലാത്ത അന്ന്,
ഉടമസ്ഥനായ നിന്റെ തണലല്ലാതെ, നിന്റെ ഭാഗത്ത് നിന്നുള്ള അഫ്വല്ലാതെ, ഇളവല്ലാതെ ഈ പാപിയായ എനിക്ക് പ്രതീക്ഷയില്ലല്ലാ. വീണ്ടും ഫിറഔനി സത്രറ്റഡ്, ഞാൻ തെമ്മാടിയാണ്. ആദ്യം പറഞ്ഞു ഒന്നും എന്റേതല്ല, എനിക്ക് ഉള്ളത് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ച ഒന്നും എൻ്റെ അല്ല, റബ്ബുൽ ആലമീൻ തന്നതാ. അത് എന്ത് തന്നാലും അൽഹംദുലില്ലാ പൊരുത്തുവാണ്. പിന്നെ പറയാം ഞാൻ തെമ്മാടിയാണ്. അന്ത്യനാളിന്റെ ഉടമസ്ഥനായവനെ, നീ എന്നെ പരിഗണിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാൻ. പിന്നെ പറയുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചോനെ, ഇതൊക്കെ സത്യമായിട്ട് ഓതാൻ ആർക്കാ പറ്റുക? എൻ്റെ അല്ലാഹ്, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഇത് കുറേ പറയാണ്ട് ഈ ആയത്തിനെ കുറിച്ച്. അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആരോടൊക്കെ നമ്മൾ സഹായം തേടുന്നുണ്ട്. ചില പൊട്ടന്മാർ ഇതിനർത്ഥം വെച്ചുകൊടുത്ത ജീവിച്ചിരിക്കുന്ന ആൾക്കാരോടൊക്കെ സഹായം തേടാം, മരിച്ചോലോടെ തേടാൻ പറ്റാത്ത അങ്ങനെ ഉണ്ടോ ഈ ആയത്തിൽ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ പടച്ചോനെ ഞാൻ നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ. ജീവിച്ചിരിക്കുന്നവരായാലും ശരി മരിച്ചവരായാലും ശരി നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ എന്നാണ്. ഇവിടെ മരിച്ചോലോട് ഞാൻ സഹായം തേടൂലല്ല, നിന്നോട് മാത്രം ഒരു പദമില്ല, അതിനുള്ള വാക്കുമില്ല, ആശയമില്ല, സൂചനയില്ല. പച്ച നുണ ഖുർആന്റെ മേലെ കറ്റുകെട്ടി നുണച്ചിയാൾ നുണ അറിഞ്ഞ് നടക്കുകയാണ്. എല്ലാ ആൾക്കാരെ പണ്ഡിതന്മാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഈ അർത്ഥം വെക്കണതേ. നിങ്ങൾ പരിഭാഷ എടുത്തത് വായിച്ചു നോക്കി, ഇവിടെ അല്ലേ പരിഭാഷ, അല്ലെങ്കിൽ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. എന്താ പരിഭാഷകൻ അവിടെ അർത്ഥം എഴുതി കുറിച്ചിട്ടുള്ളത്, ആശയം എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. പടച്ചവനെ, എന്നെ സഹായിക്കാൻ എൻ്റെ മാതാപിതാക്കളില്ല, അവരുടെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ പ്രതീക്ഷയോടെ പോറ്റി വളർത്തിയ എൻ്റെ പൊന്നുമക്കൾ, എത്ര പണമാണ് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ എത്രയാണ് റബ്ബേ ചെലവാക്കിയത്. പക്ഷേ അങ്ങനെയൊക്കെ ചെലവാക്കി വളർത്തിയ മക്കളുടെ കാര്യത്തിലും എനിക്ക് പ്രതീക്ഷയില്ല. അല്ലാഹ്, നിന്റെ സഹായം മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. പ്രതീക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ. ഈ മോന് എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് റുപ്യ കോഴ കൊടുത്ത് ബിരുദാനന്തര ബിരുദം സമ്പാദിക്കാൻ വേണ്ടി ലക്ഷങ്ങളാണ് ചെലവാക്കിയത്. ബാപ്പ ഊണ് ഉറക്കുവെച്ച് സങ്കടപ്പെട്ട് ഇവൻ്റെ ഒരു വളർച്ച കണ്ടു കിട്ടാൻ വേണ്ടി മാപ്പിയമ്മ ഒരുപാട് ഇടങ്ങാറായിട്ടുണ്ട്. ഇവൻ വളർന്നു, ഇവൻ്റെ കാര്യത്തിലാണ് തന്തക്കും തള്ളക്കും പ്രതീക്ഷ. പറയും ചെയ്യും, പുള്ളേ നീയാണ് ഇപ്പം ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷ. മുസ്ലിങ്ങളും പറയത്, മുഅ്മിനീങ്ങളും പറയത്, നീയാണ് മോനെ ആകെ പ്രതീക്ഷ. ഇവൻ വളർന്നൊരു സ്ഥാനത്ത് ഒരു ചെയറിലെത്തുമ്പോൾ അള്ളാഹു ഈ മാതാപിതാക്കളോടുള്ള താല്പര്യം ഡിലീറ്റ് ചെയ്യും. അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. ഒരു പെണ്ണിനെന്ന് പരിചയപ്പെട്ടതായിരിക്കും ചിലപ്പോൾ. മോനെ, എനിക്കൊരു സങ്കല്പമുണ്ട്, നമുക്ക് ചേർന്നൊരു പെൺകുട്ടി, നമുക്ക് ചേർന്ന് നമ്മുടെ ഫാമിലിക്ക് പറ്റുന്ന രീതിയിലൊരു കല്യാണം. ഇതൊന്നും ഇപ്പം ആ പെൺകുട്ടിനെ കിട്ടിയാൽ കിട്ടൂല എൻ്റെ പൊന്നാര മോനെ. ആവശ്യം എന്ത് പറഞ്ഞാലും എനിക്ക് അവളെ കിട്ടുള്ളൂ പറഞ്ഞു. അതോടുകൂടി വാപ്പച്ചിയോടുള്ള താല്പര്യം ഇവൻ്റെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടു, അങ്ങോട്ട് പോയി. പിന്നെ പുല്ല് വില കൽപ്പിക്കൂല. വെറും വിഡ്ഢിത്താ. നിന്റെ മക്കൾ നിന്നെ നോക്കൂല സ്കൂട്ടറെ. പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളെ മക്കളെ നിങ്ങളെ നോക്കുന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. ആ പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നോണയാണ്, പച്ച നോണ, കല്ല് വെച്ച ബടായി. എന്തേ നിങ്ങൾക്ക് ആരെങ്കിലും തർക്കമുണ്ടോ? ഇവിടെ അങ്ങനെ വന്ന് കുമ്പിയും വീർപ്പിച്ചിട്ട് വലിയ കെട്ടും കെട്ടിയിട്ട് ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങളിപ്പോൾ നമ്പുള്ളൂ, നിന്നെ വിശ്വസിക്കുള്ളൂ, നിന്നോടെ ഇപ്പം സഹായം ചോദിക്കുള്ളൂ. എന്നാൽ പിന്നെ ആരോടും ഒരു ഹെൽപ്പും ചോദിക്കാൻ പാടില്ല എന്നാണോ? ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാം. അപ്പം അങ്ങോട്ട് കയറി അവിടെ നിൽക്കേണ്ടി വരും. എന്നിട്ട് പറയാണ്, പടച്ചോനെ എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്നെനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ പ്രതീക്ഷിച്ചത് മണ്ടത്തരമാണല്ലാ. നിന്റെ സഹായമല്ലാതെ നീ സഹായിച്ചാൽ എൻ്റെ മക്കൾ എന്നെ നോക്കും. നീ സഹായിച്ചാൽ എനിക്ക് പരിചയമില്ലാത്ത, ഞാനുമായി ബന്ധമില്ലാത്ത അപരിചിതരായ ആളുകളും എന്നെ നോക്കും. അങ്ങനല്ലേ? കുടുങ്ങിയ നേരത്ത് ചിലപ്പോൾ സഹായമായിട്ട് വരുന്നത് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ വരിക. അങ്ങനെ വരിക. റബ്ബേ,
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നീ സഹായിച്ചാലല്ലാതെ ഒരു രക്ഷ എനിക്കില്ല, എന്നെ ആരും സഹായിക്കൂല അല്ലാ, നിന്റെ സഹായമാണ് എനിക്ക് വേണ്ടത്. ഫിറൗനിസത്തിനുള്ള അടുത്തടി, ഞാൻ എന്നുള്ള അടിയാണത്. പിന്നെ അവസാനം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. എന്റെ വഴി, ഞാൻ പോകേണ്ട വഴി പോലും പടച്ചോനെ എനിക്കറിയില്ല. എന്താ പറയുന്നത്? പടച്ചോനെ, എനിക്ക് നടക്കാനുള്ള വഴി എനിക്കറിഞ്ഞൂടാ, എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പാത എനിക്കറിയില്ല അല്ലാ, ഞാൻ തപ്പിത്തടയുകയാണ് അല്ലാ. ദിശാബോധമില്ലാതെ നിലാവെട്ടത്തിറക്കി വിട്ട കോഴിയുടെ അവസ്ഥ എനിക്കറിയൂല, എന്റെ വഴി അറിയൂല. അതുകൊണ്ട് ഇഹ്ദിന അസ്സിറാത്തുൽ മുസ്തഖീം, എനിക്ക് നടക്കാനുള്ള വഴി കാണിച്ചു കൊണ്ടല്ല. ഫാത്തിഹ ഓതുന്ന മനുഷ്യന്റെ അപേക്ഷയാണ് ഇപ്പതേ. ഒന്നും എന്റേതല്ല, ഒക്കെ നിന്റേത്, എനിക്കതിൽ പൊരുത്തോ ഒന്ന്. റബ്ബേ, ഞാൻ പരമ കുറ്റവാളിയാണ് എൻ്റെ അല്ലാ. അന്ത്യനാളിൻ്റെ ഉടമസ്ഥനായ നിന്റെ ഹെൽപ്പില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണല്ല. ഒരു സഹായം എനിക്കില്ല അല്ലാ, നീയല്ലാതെ. നിന്നോട് എനിക്ക് സഹായം ചോദിക്കാനുള്ളൂ അല്ലാ. പടച്ചവനെ, എനിക്ക് പോലും എൻ്റെ വഴി അറിയൂല അല്ലാ, നീ വഴി കാണിച്ചു കൊണ്ടല്ല. ഫിറൗനീസം തകർന്നില്ലേ? ഖാറൂനീസം തകർന്നില്ലേ? സകല ഈഗോകളും മനക്കൊട്ടാരത്തിൽ നിന്ന് തകർന്ന് തരിപ്പണമായില്ലേ? ഉറപ്പായിട്ടും തരിപ്പണാവും. അനുസരണ, ഇവിടെയാണ് പാസ് മാർക്ക് അവിടെയുള്ളൂ. ഇപ്പൊ ഇബാദത്തിന്റെ ഒക്കെ കാര്യത്തിൽ പറയുന്നുണ്ട് തഅബ്ബുദി. നായ തൊട്ടാൽ 7 തവണ കഴുകണം, 1 തവണ മണ്ണ് കലക്കണം. എന്തിനാ ഈ മണ്ണ് കലക്കണേ? അത് വൃത്തികേടാവില്ലേ ചെയ്യാ? പറഞ്ഞതാണ് കേട്ടോളുക. പിന്നെ അതിന് റിസർച്ചും ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് നായയുടെ വായിൽ നിന്ന് വരുന്ന ഉമിനീര് അല്ലെങ്കിൽ നനവോടുകൂടെ നായയുടെ ശരീരത്തിൽ തട്ടിയാൽ ഒരു പ്രത്യേക അണുക്കൾ, രോഗാണുക്കൾ, വൈറസുകൾ ഉണ്ടാകും. ആ വൈറസുകളെ കൊല്ലാൻ മണ്ണ് കലക്കിയ വെള്ളത്തിന് ആകൂ എന്ന് പിൽക്കാലത്തൊക്കെ കണ്ടുപിടിച്ചു. സ്വഹാബത്തിന്റെ കാലത്ത് ഒരു മണ്ണാങ്കട്ടിയും കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊന്നും അറിയില്ല അവർക്ക്. മണ്ണ് കലക്കണോ? മണ്ണ് കലക്കുക. തഅബ്ബുദി എന്നതിന് പറയാ. ഒരു അനുസരണമുള്ള മോനാണെങ്കിൽ ബാപ്പ പറയുന്നത് കണ്ണടച്ച് കേൾക്കൂലേ? നല്ല ബാപ്പ പറഞ്ഞത് അല്ലേ? എന്താ ബാപ്പ അങ്ങനെ പറയാൻ കാരണം? മൂവാറ്റൂരിൽ പോയോ? എന്താ നേരം ടൗണിൽ പോകാൻ പറയാൻ കാരണം? അതെ, ആ കാശ് ഓഫീസിൽ ആ കാശ് പടച്ചിട്ട് വരണം. അതെന്തിനാ ഇപ്പൊ തന്നെ അടക്കണേ? അങ്ങനെയാണോ ഒരു അനുസരണമുള്ള മോൻ ചെയ്യുക? വാപ്പച്ചി പറഞ്ഞില്ല. കാരണം വാപ്പച്ചി ആകണം. ഉരുത്തം കെട്ട വാപ്പച്ചിയാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കാനും പറ്റൂല. ഒരു നല്ല വാപ്പച്ചിയാണെങ്കിൽ മോൻ എന്താകും? അതങ്ങോട്ട് പിന്നെ അതിന്റെ കാര്യകാരണങ്ങളും യുക്തി അന്വേഷിക്കാതെ അനുസരിക്കൂലേ? അള്ള പറഞ്ഞു, അള്ളല്ലേ ഈ പറയുന്നത്. പിന്നെ അതിന്റെ ഹിക്മത്തൊന്നും നോക്കണ്ട. ഹജ്ജിന് ഇഹ്റാം കിട്ടുന്ന നേരത്ത് അള്ളാന്റെ റസൂല് നിയ്യത്ത് വെച്ചപ്പോ പറഞ്ഞൊരു വാക്ക് ഹദീസിൽ കാണാം. ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ഹഖൻ വ തഅബ്ബുദൻ വരിഖാ. ലബ്ബൈക ബിഹജ്ജത്തിൻ ഹഖൻ വ തഅബ്ബുദൻ വരിഖൻ. അല്ലാഹുവേ, ഈ ഹജ്ജ് കൊണ്ട് ഞാൻ നിനക്കിതാ ഉത്തരം നൽകുന്നു അല്ലാ. ഹഖൻ തഅബ്ബുദൻ വരിഖാ. സമ്പൂർണ്ണ ഉബൂദിയത്തിലായിക്കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ്, ഫ്രണ്ട് ഹാൻഡ്, ബാക്ക് ഞാൻ തിരിഞ്ഞു നോക്കാതെ നീ പറഞ്ഞത് അങ്ങോട്ട് കേൾക്കുകയാണല്ലാ. ഹജ്ജിന്റെ അഅമാലുകളിലെ, ഹജ്ജിന്റെ കർമാനുഷ്ഠാനങ്ങളിലെ യുക്തിയും അതിന്റെ തത്വവും അർത്ഥമൊന്നും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നീ പറഞ്ഞാണ് കേൾക്കുക. ഇപ്പൊ കഅബ തവാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം കിട്ടുന്നുണ്ട്. അള്ളാനെ നിയത്ത് വെച്ച് അവന്റെ ഭവനത്തിൽ ഇങ്ങനെ കറങ്ങാൻ സുഖമുണ്ട്. സഫാ മർവാക്കിടയിലുള്ള സഈ പറഞ്ഞ എന്താ പരിപാടി? അന്ന് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പൊന്നോമനപുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം ദാഹിച്ച് വിശന്ന് മരിക്കും. എൻ്റെ കുഞ്ഞുപ്പ മരിക്കും. കാരണം അമ്മിഞ്ഞപ്പാല് തീർന്നു. കൊച്ചിൻ്റെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്തിരുന്ന തുകൽ പാത്രത്തിലുള്ള വെള്ളവും തീർന്നു, കാരക്കയും തീർന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. അമ്മിഞ്ഞപ്പാല് വറ്റി, കുട്ടി വാവിട്ട് കരയാൻ, ഡ്രൈ ആയ കൊച്ചു ചുണ്ടുകൾ, തളർന്ന കണ്ണുകൾ. ആ ചോര പൈതലിനെ കണ്ട് ഫന്തലഖത്ത് കറാഹിയത അൻ തൻദുറ ഇലൈ, മരിക്കുന്നത്
തൻ്റെ ഓമന പൈതൽ പിടഞ്ഞു മരിക്കുന്നത് ലൈവായി കാണാൻ മനക്കട്ടിയില്ലാത്ത അതിൻ്റെ ഉമ്മ ഓടി നോക്കുകയാണ് സഫാ കുന്നിലേക്ക്, മറുവ കുന്നിലേക്ക്. എന്തിനാ ഈ ഓടി നോക്കിയത്? വല്ല വാഹന സംഘവും യാത്രക്കാരും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് മരുഭൂമിയാണെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. അതിനാണ് മഹദി അവിടെ ഓടിയത്. ഇന്ന് ഞാനും നിങ്ങൾ അവിടെ പോയിട്ട് ഓടുന്നത് എന്താ? ഒന്നാമത് അവിടെ സഫാക്കുന്നും മറുവാക്കുന്നൊക്കെ ഒരു നാമമാത്ര സിമ്പലുകൾ, അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല ശീതീകരിച്ച സുന്ദരമായ സെൻട്രൽ AC സംവിധാനത്തിൽ അല്ലേ, താഴ്ഭാഗത്ത് നല്ല ഇറ്റാലിയൻ മാർബിൾ വിരിച്ച അവസ്ഥയിൽ. ഇനിയിപ്പോൾ മഹദി ഓടിയ അവസ്ഥയിലുള്ള ഒരു മനോഗതി, ഒരു മെൻറ്റാലിറ്റി കിട്ടുന്ന ഓട്ടം അന്ന് അവിടെ നടക്കുമോ? ഞാനും നിങ്ങൾ ഹജ്ജിന് പോയാൽ നടക്കുമോ? അവിടെ സൗകര്യപ്പെടുത്തിയല്ലോ. ആ മൈൻഡും കിട്ടൂല, മെൻറ്റാലിറ്റിയും കിട്ടൂല. ചരിത്രത്തിലേക്ക് പോലും നമുക്ക് ചിന്ത നല്ല ഈമാണ്ടെങ്കിലേ വരുള്ളൂ. ഇന്നിപ്പോൾ ആ ഓട്ടത്തിന് എന്താ അർത്ഥം? ഞാനും നിങ്ങളും പോയിട്ട് ആ സഫ മറുവാക്കിടയിൽ ഇങ്ങനെ പോയിട്ട് എന്താ പറഞ്ഞത് അങ്ങോട്ട് കേൾക്കുക. മിനെ ചെന്നിട്ട് ജംറകളിലേക്ക് കല്ലെറിയുന്നുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലിയെറുക്കാൻ കൊണ്ടുപോയ നേരത്തെ പിശാച് വന്നിട്ട് പൊന്നുമോനല്ലേ എങ്ങനെ ഈ കത്തി വെക്ക ഇബ്രാഹിമേ എന്ന് ചോദിച്ചപ്പോൾ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചതാ. ആരെ? ഇബ്ലീസിനെ, ചെകുത്താനെ. ഇന്നിപ്പോ നമ്മളവിടെ ചെന്നിട്ട് എറിയാണ്, ഒരു സ്തൂപം ഉണ്ടാക്കിയിട്ട് അതിമേക്ക് എറിയാണ്. എറിഞ്ഞുകൊണ്ട് പിശാച് പോവോ? പിശാച് പോവില്ല എന്ന് മാത്രമല്ല, അവർ രണ്ടാൾ ഹജ്ജിനോ ഒരു കഥ ഉണ്ട്. 2 ചങ്ങാതിമാര് ഹജ്ജിന് പോയി. അപ്പൊ മിനയിൽ തമ്പിൽ ഇങ്ങനെ നിന്നപ്പോ കൂട്ടുകാരൻ തൻ്റെ സ്നേഹിതനോട് പറയണം, അല്ലടാ നീ എറിയാൻ പോണ്ടാന്ന്. എൻ്റെ പകരം നീ എറിയോ? അങ്ങനെ ഉണ്ട്, പകരം എറിയൊക്കെ ചെയ്യാൻ അല്ലേ. കൂട്ടുകാരൻ തൻ്റെ സ്നേഹിതനോട് പറയാം, നീ പോണ്ടടാ എറിയാൻ, നീ പോണ്ട, നിന്റെ ഏറെ ആവശ്യമില്ല. അതെന്തേന്ന് വെച്ചു? അതെ, നീ എറിയാൻ പോയാൽ ഇബ്ലീസ് പറയും, ഈ കണ്ട ജനലക്ഷങ്ങൾ വന്ന് എറിഞ്ഞിൽ എനിക്ക് സങ്കടമില്ല, ഞാനും നീയും തമ്മിൽ ഇത് വേണ്ടീന്നോന്ന് ചിലപ്പോൾ ചോദിക്കുക. ആ ജാതി അല്ലടാ അജ്ജ്. മനസ്സിലായില്ല? നിങ്ങൾ തമ്മിൽ അങ്ങനെ നാട്ടിൽ നിന്ന് ഡ്രിങ്ക് അടിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം വന്നതല്ലേ. അപ്പം നീ എറിയാൻ പോയാൽ ചിലപ്പോൾ മൂപ്പര് ചോദിക്കും, നമ്മൾ തമ്മിൽ ഇത് വേണോന്ന്, അവിടെ നീ എറിയാൻ പോണ്ടാന്ന്. ഈ പരുവത്തിലാ പലരും ഏറുള്ളത്, ഏറെന്നെ ഉള്ളത്. അപ്പൊ അതിൻ്റെ യുക്തി അർത്ഥമൊന്നും പിടിയില്ലെങ്കിലും പടച്ചോനെ നീ പറഞ്ഞാലേ എറിയന്നെ, പടച്ചോനെ നീ അവിടെ സഫാ മറുവാക്കിടയിൽ നടക്കാൻ പറഞ്ഞു, നടക്കന്നെ. അതന്നെ തഅബ്ബുദി. പടച്ചോനെ യുക്തി അറിഞ്ഞാലും യുക്തി അറിഞ്ഞില്ലെങ്കിലും എൻ്റെ റബ്ബേ ഞാനിതാ ഒരു സമ്പൂർണ്ണ അടിമയായി സമർപ്പിച്ച് നിന്ന് തരുന്നു. അതിൻ്റെ ഹിക്മത്ത് പിടികിട്ടിയാലും അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും എൻ്റെ ലക്ഷ്യം നീയാണ്. നീ പറഞ്ഞതാണ് കേൾക്കുക. മൂടില്ലാത്ത ബക്കറ്റിൽ വെള്ളം കോരണം എന്നാണ് നീ പറയണമെങ്കിൽ ഞാൻ കോരും. അള്ളാന്റെ റസൂലിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ പറ്റുള്ളൂ കേട്ടോ. വേറെ ഏത് ഇമാമും വല്ലാക്കി ആര് പറഞ്ഞാലും മറിച്ച് ചോദിക്കാം. അള്ളി റസൂല് എന്താണോ പറഞ്ഞത് അത് നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ചിന്തക്ക് പിടികിട്ടാത്ത കാര്യമാണെങ്കിലും അതങ്ങ് അംഗീകരിക്കുക തന്നെ. അങ്ങനെ ഇതന്നെ ഉബൂദിയത്ത്. ഇപ്പോൾ നമ്മളൊക്കെ അള്ളാന്റെ അടിമ എന്നുള്ളതാ അവകാശവാദം. ഒരാൾക്ക് ആരോടാണ് എന്തിനോടാണ് കമ്മിറ്റ്മെന്റ് എങ്കിൽ അയാളുടെ അടിമ. ഒരാൾക്ക് എന്തിനോടാണ് ആരോടാണ് പ്രതിബദ്ധതയെങ്കിൽ, മികച്ച പ്രതിബദ്ധത ഒരാൾക്ക് ആരോടാണ് എന്തിനോടാണ് എങ്കിൽ അയാളുടെ അല്ലെങ്കിൽ അതിൻ്റെ അടിമയാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അബ്ദു ദുന്യ ഉണ്ട് കേട്ടോ. എല്ലാവരും അബ്ദുള്ളമാരല്ല. അബ്ദു ദുന്യ ഉണ്ട്, അബ്ദു ദീനാരി വദ്ദിർഹമുണ്ട്, അബ്ദുൽ ഖമീസത്തി ഉണ്ട്, അബ്ദു സൗജത്ത് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണത്. അബ്ദു ദുന്യ ആരാ? അബ്ദു ദുന്യ. നിസ്കാരത്തിനേക്കാൾ കച്ചവടത്തിന് പ്രാമുഖ്യം ഏതൊരുത്തം കൊടുത്തോ അവൻ അബ്ദു ദുന്യാണ്. നിസ്കാരത്തിനേക്കാൾ കച്ചവടത്തിന് ആര് പ്രാമുഖ്യം കൊടുത്തോ അവൻ അബ്ദുള്ളയല്ല, അബ്ദു ദുന്യൻ, ദുന്യാവിന്റെ അടിമയാണ്. അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിനേക്കാൾ പിശുക്കി പൂട്ടിവെക്കുന്ന മൈൻഡേതൊരുവനുണ്ടോ അവന്റെ പേര് തന്നെ ഉമ്മച്ചിട്ട പേര് തന്നെ അബ്ദുള്ളയാണെങ്കിലും അവൻ അബ്ദു ദുന്യയാണ്.
സകാത്ത് കൊടുക്കാതെ സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്നവര്, വീട്ടിലെ സെൽഫിൽ വെച്ചവര്, ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ചവര്, സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിലെ മെമ്പറാണെങ്കിലും ശരി, അവൻ അബ്ദുദ്ദീനാരി വദ്ദിർഹമീ. ഏതൊരു കാര്യത്തിനും, നല്ല കാര്യത്തിനും ഏത് കാര്യത്തിനും പെണ്ണുങ്ങൾ അനുവാദം വേണ്ടിയ ആജിയന്മാരുണ്ട്. ഇന്ന് ഖുർആൻ ക്ലാസ് ഉണ്ട് സൺഡേ. നമ്മൾ എന്താ ചെയ്യണോ? നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നു, നമുക്ക് എറണാകുളത്തൊന്ന് പോയിട്ട് ഞായറാഴ്ച ദിവസം ആകെ നിങ്ങളെ കിട്ടണേ, ഒന്ന് മിണ്ടാണ്ടിരി, നമുക്കൊന്ന് എറണാകുളത്തൊന്ന് കറങ്ങിയിട്ട് വരാൻ. ഇവള് പറഞ്ഞ് അന്ന് അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. സുബൈക്ക് എടി ആ അലാറം വെച്ചിട്ട് ഞാൻ ഈ വൈകി വന്ന് കടയിൽ നിന്നൊക്കെ ക്ഷീണിച്ച് വരുന്ന കാരണം ആ അലാറം വെച്ചിട്ട് ആ സുബൈക്ക് എന്നെ ഒന്നും മിണ്ട, ആ സുബൈൻ്റെ നേരത്തല്ല ആ ചൂട് തട്ടിയിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖമുള്ള സമയം ഒന്നും മിണ്ടാണ്ടിരിക്കുക. ആ ശരി, എന്നാ ശരി. ഈ ചങ്ങായിൻ്റെ പേര് അബ്ദുള്ള എന്നല്ല, ഇവൻ്റെ പേരെന്താ അറിയോ? അബ്ദു സൗജത്തി, കെട്ടിയോള അടിമ. ഖാല റസൂലുള്ളാഹി. ഇവനെ കുറിച്ചൊക്കെ പറഞ്ഞത് തഈസാന്നാ. എൻ്റെ കഥ കഴിഞ്ഞു. ഇവന് നല്ലത് ഭൂമിയുടെ അടിഭാഗമാണ് എന്ന് മുത്തു റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഏത് ഖബർക്ക് പോക്കാൻ നല്ലത്. എന്തിനങ്ങനെ കിഴങ്ങനായിട്ട് ജീവിക്കണത്? നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നബി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നബി പറഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാണ്, അവന് മരിച്ചു വെക്കാൻ നല്ലത്. തഈസ അബ്ദുൽ ഖമീസത്തി, മേത്തരം വസ്ത്രങ്ങളുടെ അടിമ. അതാരാ? മേത്തരം വസ്ത്രം ഇടാ, പണത്തിനനുസരിച്ച് വസ്ത്രമൊക്കെ ഇടണം. അള്ളാഹു ധനും നിയമത്തൊക്കെ തന്നാൽ അതിനനുസരിച്ചുള്ള കൂടിയ ലിനൻ എന്നെ എടുത്തോ, മീറ്റർ 1500 റുപ്യുള്ള എന്നെ എടുത്തോ, അതിന് വകുപ്പുണ്ടെങ്കിൽ എടുത്തോ, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് എടുത്തിട്ട് അതിങ്ങനെ സ്റ്റാർച്ച് ചെയ്തിട്ട് അതാണ് തഈസ അബ്ദുൽ ഖമീസ, മേത്തരം വസ്ത്രങ്ങളുടെ അടിമ. പോയി, അവൻ്റെ കാര്യം പോക്കാണ്. ഖാല റസൂലുള്ളാഹി. മേത്തരം വസ്ത്രം അണിയിൽ തെറ്റല്ല കേട്ടോ, അത് കുറ്റമല്ല കേട്ടോ, അള്ളാഹ് അനുവദിച്ച് തന്നതാണ് കേട്ടോ. എൻ്റെ മൈൻഡിൽ വരുന്ന ഖാറൂനിസം, ഫിറൗനിസം, ഇത് ഇടുമ്പോ ഉള്ളിലൊരു ഖാറൂൻ വരിക, ഉള്ളിലൊരു ഫറോവ വരിക, പോക്കാണ് കാര്യം. ഇവന്റെ പേര് അബ്ദുള്ള എന്നല്ല, ഇവന്റെ പേരെന്താണ്? ഇവന്റെ പേര് അബ്ദുൽ ഖമീസത്ത് എന്നാണ്. എന്നാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ശരിക്കാണ് ഓതിയ ഒരു മുഅ്മിനാണെങ്കിൽ അവന് കൂടിയ വസ്ത്രം ഉണ്ടായാലും കുഴപ്പമില്ല, അവന് ഇഷ്ടം പോലെ സ്വർണവും വെള്ളി ഉണ്ടായാലും കുഴപ്പമില്ല, അവന് എല്ലാ ഭൗതികമായ വിഭവങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല, അവൻ അബ്ദുള്ളയായിരിക്കും. കാരണം എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന കണ്ണുകൊണ്ടാണ് അവൻ്റെ നിധി നിക്ഷേപങ്ങളെ, അവൻ്റെ സമ്പത്തിനെ, അവൻ്റെ പണത്തെ, അവൻ്റെ ചരക്കുകളെ, അവൻ്റെ കച്ചവടങ്ങളെ അവൻ കാണുക. എൻ്റെ റബ്ബ് എനിക്ക് തന്ന സൗകര്യം, എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച വസ്തുത, അൽഹംദുലില്ലാ. നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടപെടലുകൊണ്ടും ആ സമ്പത്ത് ചെലവഴിക്കുന്നിടത്തൊക്കെ ഹംദങ്ങനെ പ്രകടാവും. എല്ലാവരും അൽഹംദുലില്ലാ പറയുമ്പോൾ ഈ മനുഷ്യൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ മനുഷ്യനായി മാറുകയാണ്, ഈ മനുഷ്യൻ്റെ ചിന്തയായി മാറുകയാണ്, ഈ മനുഷ്യൻ്റെ പ്രവൃത്തിയായി മാറുകയാണ്, ഈ മനുഷ്യൻ്റെ ചലനങ്ങളൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനായി മാറുകയാണ്. ഒരു കുഴപ്പമുണ്ടാവില്ല. ആ മനുഷ്യന് അധികാരം കിട്ടിയാലും കുഴപ്പമുണ്ടാവില്ല. ഏത് മനുഷ്യനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതാൻ പഠിച്ച ആൾക്ക് അധികാരം കിട്ടിയാൽ കുഴപ്പമില്ല. ആ അധികാരത്തെ അങ്ങനെ കാണുക. മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി ആ ചെയറിലേക്ക് നിയോഗിക്കപ്പെട്ടത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പടച്ചോനെ, റസൂൽ വഫാത്തായപ്പോ ആള് സ്ഥലത്തില്ല, കുറെ ദൂരെയാണ്. ഓടിക്കിതച്ച് വന്ന് പുണ്യനബിയുടെ പരിശുദ്ധമായ ആ ജനാസയുടെ തിരുനെറ്റിയിൽ ഉമ്മ വെച്ച് കണ്ണീർ വാർത്ത് ഒരു നിമിഷം അങ്ങനെ വിനയത്തോടെ നിന്നു. റൗള ഷരീഫിൽ മറമാടിയതിനു ശേഷം ചർച്ച. അള്ളാന്റെ റസൂലിന്റെ കസേരയിലിനാ ഇനി ആര് ഇരിക്കും? സ്വഹാബത്തൊന്നടങ്കം പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ ഉറ്റ തോഴൻ, വിശ്വാസികളിലെ കാരണവർ, അള്ളാന്റെ റസൂലിനെ ആദ്യം വിശ്വസിച്ച പുരുഷന്മാരുടെ കൂട്ടത്തിലെ വ്യക്തിത്വം, ഈമാനിന്റെ നിറകുടം, ദീനിനു വേണ്ടി സർവ്വതും സമർപ്പിച്ച ത്യാഗീയ വര്യനായ മനുഷ്യൻ അബൂബക്കർ തന്നെ അള്ളാന്റെ റസൂലിന്റെ കസേരയിലിരിക്കാൻ അർഹൻ, ഖലീഫയാകാൻ ഏറ്റവും യോഗ്യൻ അവിടുന്ന് തന്നെ. അതിന് പിടിവലിയും കശപിശയും കച്ചറിയും അധികാര വടംവലിയൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് അന്നണക്ക് ഉണ്ടായത്. ഒന്നാം ഖലീഫന്റെ കാലത്തിൽ എല്ലാവരും ഒറ്റ അഭിപ്രായം. പിന്നെ ചിലർക്കൊക്കെ ഒന്ന് നബി ആകാനൊക്കെ പൂതി ഉണ്ടായി എന്നല്ലാതെ ഖിലാഫത്തിന്റെ കാര്യത്തിൽ ഒരു വടംവലിയോ തർക്കം ഉണ്ടായില്ല. എല്ലാവരും പറഞ്ഞു
ഇത് കേട്ടപ്പോ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട മഹാനായ സിദ്ദീഖുൽ അക്ബർ പൊട്ടിക്കരയാണ്. കരഞ്ഞിട്ട് പറയാണല്ലാ, ഞാനിത് പ്രതീക്ഷിച്ചതല്ല, ഞാനിത് ആഗ്രഹിച്ചതല്ല, സ്വപ്നത്തിൽ പോലും ഊഹിച്ചതല്ല. ഞാനില്ല, അള്ളാന്റെ റസൂല് ഇരുന്ന ചെയറിലിരിക്കാൻ ഞാനില്ല. ദിവസങ്ങളോളം മറ്റു സ്വഹാബത്തെ നിർബന്ധിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ഇല്ല അമീറുൽ മുഅ്മിനീൻ, അങ്ങു തന്നെ നേതൃത്വം, അങ്ങു തന്നെ നേതാവ്. സങ്കടത്തോടെ അപ്പോഴും പൊട്ടിക്കരയാണ്. അവസാന കസേരയിൽ വന്നിരുന്ന എങ്ങനെയാണ്? റബ്ബുൽ ആലമീന്റെ തെർബിയത്ത്, ഇടപെടല്. ഇവരൊക്കെ പറയുമ്പോ മനസ്സിലാക്ക ഞാൻ അവിടെ ഇരിക്കലാണ്. അൽഹംദുലില്ലാ അവിടെ വന്നിരുന്നു. ഇന്നിപ്പോ പള്ളി കമ്മിറ്റിയില് മെമ്പർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ പുറത്താക്കിയാൽ ആ പള്ളി കമ്മിറ്റി ഇവിടെ വേണ്ട, പൊളിച്ചിട്ടാണ് കൈ കൊടുക്കും. അതിനുള്ള പണി എടുക്കും. മനസ്സിലായില്ല? ഞാൻ ഇവിടുത്തെ കഥയല്ല പറയുന്നത് കേട്ടോ, ഇവിടുത്തെ കഥ പറയാനൊന്നുമില്ല. അതുണ്ടെങ്കിൽ അവരോട് പറയുകയും ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയണ്ടല്ലോ. പൊതുവെയുള്ള വിഷയം ഇപ്പം ഞാൻ പറയുന്നത് എന്ത്, കമ്മിറ്റിയില ഒരു സ്ഥാനം, ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇല്ലാത്തൊരു കമ്മിറ്റിയോ എന്നൊന്ന് കാണണല്ലോ, അങ്ങോട്ട് പൊളിക്കന്നെ. പ്രസിഡന്റിനെ കണ്ണിന്റെ നേരെ കണ്ടുകൂടെ പഹയെന്നൊക്കെ. എന്തേ? വല്ല സാമ്പത്തിക ഇടപാടുണ്ടോ? ഇല്ല. വേറെ വല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച വല്ല ഡിവോഴ്സ് ചെയ്ത വല്ല കുഴപ്പമുണ്ടോ? അതുമില്ല. പിന്നെന്തേ? ഒന്നുമല്ല, എനിക്ക് കണ്ടുകൂടവനെ കണ്ടുകൂടാൻ. ആളാണ് മരിച്ചാലോ നികത്താനാവാത്ത വിടവ് ഒരു സംഭവം എന്നിട്ടോ പ്രസിഡന്റ്. എന്താണാ പറഞ്ഞതിനർത്ഥം? എന്താണാ പറഞ്ഞതിനർത്ഥം? അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ പോയി, ഒഴിഞ്ഞു പോയി, രാജിവെച്ചു. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്യണം. അയാളെടുത്താലോ അയാളെ പറ്റൂല, അയാളെടുത്താലോ അത്രയും പറ്റൂല, ഇയാളെടുത്താലോ അത്രയും പറ്റൂല. അത് പറയുന്ന അർത്ഥം എന്താ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ അവരൊക്കെ എങ്ങനെയാ പറ്റുകയാണ്. അതിന്റെ അർത്ഥം എന്താ? കൂട്ടങ്ങൾ ചോറല്ല തിന്നല്, ചോറ് തിന്നവർക്ക് ഇത് വേഗം മനസ്സിലാവില്ലേ? അവനെ പറ്റൂല, എന്താ ഇവനും പറ്റൂല, ഇതും പറ്റൂല വെച്ചാല് അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ എങ്ങനെയാ അവരൊക്കെ പറ്റുകയാണ്. ഇതാണ് ഫിറൗനിസം, ഇതാണ് ഖാറൂനിസം. ഇത് ഭയങ്കര അപകടമാണ് കൂട്ടരെ. ഫിറൗനിസം, ഖാറൂനിസം തലക്ക് കയറിയാല് പിന്നെ സലാമത്തില്ല, കുടുങ്ങി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതാൻ പഠിച്ച ചില രാജാക്കന്മാരെ കഥ ഖുർആനിൽ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉൾസാരവും അകക്കാമ്പും ആസ്വദിച്ച് ഓതിയ ചില ചക്രവർത്തിമാരുടെ കഥ അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കാണാത്ത ചില ചക്രവർത്തിമാരെ കഥയും അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. മൻ കാന ലില്ലാഹി കാനല്ലാഹു ലഹുന. അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് ഏതൊരുവൻ നിന്നു കൊടുത്താലും അള്ളാഹു അവന് വേണ്ടി നിന്നു കൊടുക്കും. ഖാല റസൂലുള്ളാഹി. ഇത് വല്ല പോയിന്റാണ് ഈ ഹദീസൊക്കെ കേട്ടോ. ഇതൊക്കെ ഒന്ന് കേറിക്കോട്ടെ അകത്തേക്ക്. ചെവിയിലൂടെ മാത്രം കേറിയിട്ട് കാര്യമില്ല കേട്ടോ, ഹൃദയത്തിലേക്ക് കേറിക്കോട്ടെ. മൻ കാന ലില്ലാഹി, ഒരാൾ അള്ളാഹുവിന് വേണ്ടി നിന്നു. അള്ളാഹ്ക്ക് വേണ്ടി നിന്നു പറഞ്ഞാല് അവന്റെ ജീവിതത്തിന്റെ അജണ്ട അല്ലേ, അവൻ നിയ്യത്ത് വെച്ചത് അല്ലേ, അള്ളാന്റെ പൊരുത്താണ്. അങ്ങനെ ഏതൊരുത്തൻ നിലകൊണ്ടുവോ കാനല്ലാഹു ലഹു, അള്ളാഹു അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടി റെഡിയാ, ആക്റ്റീവാണ്. അപ്പൊ നമ്മുടെ കാര്യം നടക്കാൻ എന്താ വേണ്ടത്? നമ്മളെ കാര്യം നടത്തുക. നടക്കൂല. നമ്മളെ കാര്യം നടക്കാൻ നമ്മൾ അള്ളാഹ്ക്ക് നിന്നൊടുക്കുക. അതേ മാർഗമുള്ളൂ. ഫിറഔൻ ലഅനത്തുള്ള ചക്രവർത്തിയായിരുന്നു. ഖാറൂൻ ലഅനത്തുള്ള വലിയ ചക്രവർത്തിയായിരുന്നു. ചത്ത് മണ്ണായി പോയില്ലേ. മുസ്ലിമീങ്ങൾ മാത്രമല്ല, യഹൂദരും ക്രിസ്ത്യാനികളൊക്കെ ശപിക്കപ്പെട്ട കൂട്ടത്തിലാണ് ഈ ടീമിനെ എണ്ണുന്നത്. റാംസീസ് രണ്ടാമൻ, നിമ്രൂദ് ചക്രവർത്തി, ബൈബിളിലൊക്കെ പറയുന്നുണ്ട്. ലോകത്ത് വന്ന ഈശ്വര വിശ്വാസികളും ഇതര സമൂഹങ്ങളും ഒക്കെ കാർക്കിച്ച് തുപ്പാണ് ഈ വൃത്തികെട്ടവന്മാരെ ഓർത്തിട്ട്. എന്തവർക്ക് പറ്റിയത്? അവർ റബ്ബുൽ ആലമീനെ മനസ്സിലാക്കിയില്ല, അടിമയായ തങ്ങളെ മനസ്സിലാക്കിയില്ല, ഉടമയായ തമ്പുരാനെ മനസ്സിലാക്കിയില്ല. ഇതാണ് കുഴപ്പം. മൂസാ നബിയെ എതിർത്തു എന്നുള്ളതൊന്നും കുഴപ്പമില്ല. ഒരു നബിയെ എതിർത്തു എന്നുള്ളത് കുഴപ്പമാണെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സ്ഥാനത്തേക്ക് വരുമോ കൂട്ടരെ? അള്ളാന്റെ റസൂലിന്റെ പ്രതിപക്ഷത്തല്ലേന്നോ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ടായിരുന്നത് റളിയല്ലാഹു അൻ അല്ലേ?
അല്ലേ? വഹ്ശി എന്ന് പറയുന്ന മനുഷ്യൻ മുത്ത് റസൂലിന്റെ പൊന്നാര കൊച്ചാപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിനെ മൃഗീയമായി അതിക്രൂരമായി കൊന്നു പിച്ചി ചീന്തിയ മനുഷ്യൻ വഹ്ശി എന്ന് പറയുന്ന മനുഷ്യൻ റളിയല്ലാഹു അൻഹു ആണ്, സഹാബിയാണ്. റസൂലിന്റെ ജീവിതത്തിൽ അത്ര സങ്കടമായ ഒരു ഘട്ടമില്ല. ഉഹുദിൽ കൊച്ചാപ്പ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് ലൈംഗികാവയവം പോലും അവർ വെറുതെ വിട്ടില്ല. നാക്ക് പിഴുതെടുത്ത് കടിച്ചു തുപ്പി. ഇങ്ങനെ ഈ ക്രൂരത കണ്ടിട്ട് അള്ളാന്റെ റസൂലിനുണ്ടായ മനോവിഷമം അറിയോ? ഇങ്ങനെ റസൂലിനെ കഷ്ടപ്പെടുത്തിയ വശിക്ക് അള്ളാഹ് മാപ്പ് കൊടുത്തു. ആ മനുഷ്യന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് റളിയല്ലാഹു അൻഹു ചൊല്ലണം. സഹാബിയ. വശിക്ക് എന്തുണ്ടായി? ഉബൂദിയത്ത് വന്നു. ഞാൻ ഉടമയല്ലല്ലോ, ഞാനല്ലല്ലോ, ഞാൻ അടിമയാണല്ലോ, എനിക്കൊന്ന് നന്നാകാൻ പറ്റുമോ? ഈ ചിന്താഗതി വഹ്ശിയുടെ ഉള്ളിൽ പിടഞ്ഞു. ആ വൈബ്രേഷന്റെ അടിസ്ഥാനത്തിൽ തൗബ ചോദിച്ചു ചെന്നു, കഴിച്ചിലായി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് ഈ വിഷയം ശരിക്കും പറയണമെങ്കിൽ ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന്റെ അകമ്പൊരുൾ ഉബൂദിയത്ത് ബന്ധപ്പെടുത്തി പറയണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വേണം. എന്നാലൊരു വഖഫ് എത്തിക്കാൻ പറ്റുള്ളൂ. നമുക്കതിന് സമയമില്ല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച പറയാം. ഒരു സത്യം നമ്മൾ അറിയാം, നമ്മളെ അടിമയായി അടിമത്വത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഈ ആയത്ത് എന്ന് നമ്മൾ അറിയാം. അള്ളാഹു അത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.